സോ ഇതിനെ യുണൈറ്റഡ് നേഷൻസ് ഒരു ആസ്ട്രോണമിക്കൽ ത്രെട്ടായിട്ട് വോൺ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാർസിനെ പോലും കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ആസ്ട്രോണമേഴ്സൊക്കെ അതിനെ പറ്റിയിട്ട് ഡിസ്കഷൻസ് നടക്കാറുണ്ട്. മനുഷ്യന്റെ ഇടപെടൽ മൂലം മണ്ണിലുണ്ടാകുന്ന മലിനീകരണത്തെക്കുറിച്ചും ആ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. അതേസമയം തന്നെ ബഹിരാകാശത്തെ മാലിന്യങ്ങൾ മനുഷ്യനും പ്രകൃതിക്കും ആവാസ വ്യവസ്ഥയ്ക്കുമൊക്കെ വലിയ ഭീഷണിയാവുന്നതിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ പോലും ഇപ്പോൾ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്ന ചർച്ചകളിൽ മലയാളിയായിട്ടുള്ള ഡോക്ടർ അഭിരാം നായർ എന്ന കോഴിക്കോട്ടുകാരനും പങ്കാളിയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് ഈ ബഹിരാകാശ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതി പുതിയതായി ആസൂത്രണം ചെയ്യുന്നത് എന്നുകൂടി പരിശോധിക്കാം. എൻ്റെ വീട് കാലിക്കറ്റാണ്. സോ ഞാൻ 12th വരെയാണ് അവിടെ പഠിച്ചത്. സോ അതിനുശേഷം ഐ ഡിഡ് മൈ ബാച്ചിലേഴ്സ് ഒരു എറാസ്മസ് എന്ന് പറയുന്ന പ്രോഗ്രാം ത്രൂ ഞാൻ യൂറോപ്പിൽ പോയി. ദെൻ ഐ ഫിനിഷ്ഡ് മൈ ബാച്ചിലേഴ്സ് ഇൻ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി. അവിടുന്ന് പിന്നീട് ഒരു മാസ്റ്റേഴ്സ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ എന്തെങ്കിലും ഒരു മിഷനിലൊരു പാർട്ടാവണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് ഏരിയാസിൽ നമുക്കിതിൽ സ്പേസ് എഞ്ചിനീയറിംഗിൽ തന്നെ പല ഏരിയാസ് ഉണ്ടല്ലോ, കൺട്രോൾ എഞ്ചിനീയറിംഗ്, അങ്ങനെ സ്ട്രക്ചറൊക്കെ ഉണ്ട്. സോ അങ്ങനെ പലതിൽ ഒരു 3-4 മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്തു. സോ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ, ഇപ്പോൾ പ്രധാനമായിട്ടും സ്പേസ് ഡെബ്രിസ് എന്നാണ് പറയുന്നത്, ബഹിരാകാശ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ബഹിരാകാശ മലിനീകരണം എന്ന് പറയുന്നത്. എന്താണ് ഈ സ്പേസ് ഡെബ്രിസ് അല്ലെങ്കിൽ ബഹിരാകാശ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്? ഇപ്പം നമുക്ക് ആക്റ്റീവായിട്ടുള്ള കുറേ സാറ്റലൈറ്റ്സ് ഉണ്ട്. പക്ഷേ അതല്ലാതെ ഒരുപാട് സാറ്റലൈറ്റ്സ് നമ്മൾ ഡീകമ്മീഷൻഡ് ആയിട്ടുണ്ട്. എല്ലാ സാറ്റലൈറ്റ്സിനും ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. സോ അത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് പിന്നെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയി. പിന്നെ ചില സമയത്ത് കൊളിഷൻസ് നടക്കും. സോ 2009 ഒരു കൊളിഷൻ നടന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇരീഡിയം ആൻഡ് കോസ്മോസ് ഇത്. അപ്പോൾ അത് തന്നെ ഒരു ക്ലൗഡ് ഓഫ് ക്ലസ്റ്റർ ഓഫ് ഡെബ്രിയായി മാറി. ആൻഡ് പിന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളിപ്പം കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് നമുക്ക് റീ എൻട്രി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അന്ന് ഒരു കാലത്ത് നമുക്ക് ഇല്ലാത്തത് ഓൾറെഡി നമുക്കൊരു ഡെബ്രി ആയിട്ട് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെയാണ് മനുഷ്യനും മണ്ണിനും പ്രകൃതിക്കുമൊക്കെ ഭീഷണിയായി മാറുന്നതെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ പറയുന്ന ബഹിരാകാശ മാലിന്യങ്ങൾ നമ്മളൊന്നും കാണാത്തൊരു ദിക്കിലാണ്. അപ്പോൾ അതെങ്ങനെ മനുഷ്യന് ഭീഷണിയാവുന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. സോ ഇതിനെ യുണൈറ്റഡ് നേഷൻസ് ഒരു ആസ്ട്രോണമിക്കൽ ത്രെട്ടായിട്ട് വോൺ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാർസിനെ പോലും കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ആസ്ട്രോണമേഴ്സൊക്കെ അതിനെ പറ്റിയിട്ട് ഡിസ്കഷൻസ് നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു ഇത് പലതരത്തിൽ നിർമ്മാർജ്ജനമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഇപ്പോൾ നിലനിൽക്കുന്ന നിർമ്മാർജ്ജന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഡോക്ടർ അഭിരാം നേതൃത്വം കൊടുക്കുന്ന ഒരു സ്പേസ് കമ്പനി എങ്ങനെയാണ് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഞങ്ങൾ വേൾഡിലെ ഫസ്റ്റ് കമ്പനിയാണ്. ഞങ്ങൾ UK ബേസ്ഡ് ആണ്. നമ്മുടെ കമ്പനിയുടെ പേര് എർത്ത്സ് എന്നാണ്. സോ എർത്ത്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 സോ 2022 നമ്മൾ എർത്ത്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേൾഡിൽ ആദ്യത്തെ ലേസർ പവേർഡ് ആയിട്ടുള്ള മിഷനാണിത്. സോ വേറെ ടെക്നോളജീസ് ഉണ്ട്, റോബോട്ടിക് ആം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ടെക്നോളജീസ് ഉണ്ട്, ടെതർ ടെക്നോളജി, നെറ്റ് വെച്ചിട്ടുള്ള മെത്തേഡ്. ബട്ട് ഇതൊന്നും അത്ര ഫീസിബിൾ കോൺസെപ്റ്റ് അല്ല. ബിക്കോസ് നമുക്ക് അറിയാമല്ലോ, സ്പേസിൽ ട്രാവൽ ചെയ്തിട്ട് നമ്മളിതിനെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ഡിയോർബിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഫീസിബിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്സ് അല്ല. സോ ലേസറാണ് നമുക്കൊരു ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ റിസർച്ചിലൂടെ നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ദെൻ ഞങ്ങൾക്ക് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ലേസർ ഒരു വെപ്പണായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പേസിൽ. അപ്പം അത് ആക്ച്വലി അതിനുശേഷം 2023 ലാസ്റ്റ് ഇയറിൽ നാസ ഡിക്ലെയർ ചെയ്തു ഇതാണ് ഏറ്റവും ബെറ്റർ ഒരു ഫീസിബിൾ ഓപ്ഷൻ എന്നുള്ളത്. സോ റീസെൻ്റ്ലി നാസ അതിൽ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു.
സ്പേസ് എക്സ് ആണെങ്കിൽ ഒരു വർഷം തന്നെ തൗസൻഡ്സ് ഓഫ് സാറ്റലൈറ്റ്സ് അവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി നമുക്ക് ചന്ദ്രയാൻ മിഷൻ ഉണ്ടായിരുന്നു. ചന്ദ്രയാൻ മിഷൻ ഒരു 1 minute ഡിലേ ചെയ്തു. ബിക്കോസ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പാത്തിൽ, അതായത് ഓർബിറ്റ് പാത്തിൽ ഒരു ഡെബ്രി ഉണ്ടായിരുന്നു. സോ നമുക്ക് ബേസിക്കലി നമുക്ക് ഇതിൻ്റെ ഒരു ഡാറ്റ ഇപ്പോൾ അവൈലബിൾ അല്ല. അതായത് എസ്പെഷ്യലി 1 to 10 centimeter വരുന്ന ഡെബ്രിയുടെ ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. അപ്പം ഇത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത് ഒരു 10 km/s സ്പീഡിലാണ്, എന്ന് വെച്ചാൽ 10 times ഓഫ് എ ബുള്ളറ്റ് സ്പീഡിൽ. സോ 7 to 15 നമുക്ക് പറയാം km/s. അപ്പോൾ ഇത് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത് ഒരു തവണ ഐസിസിനെ ഹിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കൊളിഷൻസ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിന് ടെക്നിക്കൽ ടേംസ് നമ്മൾ പറയും കെസ്ലർ സിൻഡ്രോം എന്ന് പറയും. എന്ന് വെച്ചാൽ ഒന്ന് ഹിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ചെയിൻ റിയാക്ഷൻ പോലെ കംപ്ലീറ്റ് നമ്മുടെ സ്പേസിലെ എല്ലാ സാറ്റലൈറ്റ്സിനെയും, അതായത് ഒരേ ഓർബിറ്റിലുള്ള ഒരുപാട് സാറ്റലൈറ്റ്സിനെ കൊളാപ്സ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരുമിച്ച് കൊളൈഡ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊരു ഒരുപാട് മില്യൺസ് ഓഫ് സ്പേസ് സെറ്റ്സ് ആണ് നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ത്രെട്ടാണ്. ആൻഡ് കൂടാതെ സ്പേസ് ടൂറിസത്തിന് ത്രെട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിപുലീകരണം സാധ്യമാവുക? എപ്പോഴാണ് ഈ ഒരു പദ്ധതി പ്രോപ്പറായിട്ട് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടി സാധിക്കുക എന്നതിനെക്കുറിച്ച്? അതിൻ്റെതെന്ന് പറയുന്നത് നമ്മൾ മെയിൻ മിഷനാണ് ലേസർ വെച്ചിട്ടുള്ളത്. അത് നമ്മൾ 2030 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുൻപേ നമ്മൾ 2027 ഞങ്ങളൊരു കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ്, ഒരു 20 സാറ്റലൈറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്യും. ആ 20 സാറ്റലൈറ്റ്സ് നമ്മൾ ഡാറ്റ അതിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. അതായത് ഏത് ഓർബിറ്റിലാണ്, ഏത് ഇൻക്ലിനേഷനിലാണെന്നൊക്കെയുള്ള ഡാറ്റ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഡാറ്റ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് ഇപ്പം പല സ്പേസ് ഓർഗനൈസേഷൻസിനും ഈ ഡാറ്റ അവൈലബിൾ അല്ല, എസ്പെഷ്യലി വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസിന്. സോ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ത്രെട്ട് ഉണ്ടാക്കുന്നത്. സോ ഞങ്ങൾക്ക് പിന്നെ നമ്മളെ വർക്കിൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 50 ലോഞ്ചസ് ചെയ്തൊരു ഫേം ഉണ്ട്, സ്കോട്ടിഷ് കമ്പനി ബ്രൈറ്റ് അസെൻഷൻ എന്ന് പറഞ്ഞിട്ട്. സോ അവരുമായിട്ട് നമ്മൾ റീസെൻ്റ്ലി ഒരു MOU സൈൻ ചെയ്തു. സോ ഒരു R&D പാർട്ട്ണർഷിപ്പ്. ആൻഡ് പിന്നെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് നമ്മളായിട്ട് ടൈപ്പ് ഉണ്ട്, ഈ R&D പ്രോഗ്രാംസിനും ഇൻക്യുബേറ്റർ സപ്പോർട്ടൊക്കെ ആയിട്ട്. ഓക്കെ, ഈ കമ്പനി ഒരു ബ്രിട്ടീഷ് കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കൂടി അതിൻ്റെ ഘടകങ്ങൾ രൂപീകരിക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നമ്മൾ ഇപ്പം ഇത് ബ്രിട്ടീഷ് കമ്പനിയാണ്. ആക്ച്വലി UK നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണ്. ബട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് ഈ വർഷം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ആലോചിക്കുന്നത്. സോ ബേസിക്കലി എർത്തിൻ്റെ റിസർച്ച് ലാബ്സ് പ്ലസ് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ഒരു ടെസ്റ്റിംഗ്, ഞാൻ പറഞ്ഞല്ലോ, ടെസ്റ്റിംഗ് സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഇന്ത്യയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ബഹിരാകാശ മാലിന്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. എന്നാൽ ബഹിരാകാശ മാലിന്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നും അവരിൽ മലയാളിയായിട്ടുള്ള അഭിരാമിനെ പോലുള്ള ആളുകളുണ്ട് എന്നുള്ളത് നമുക്കേറെ അഭിമാനിക്കാവുന്ന കാര്യം കൂടിയാണ്.